പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ മികച്ച മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശൈലജ ടീച്ചറായിരുന്നു. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടത്തി ആ പേര് സമ്പാദിച്ചെങ്കിൽ ഇപ്പോൾ ഏറ്റവും മോശം മന്ത്രി ആരെന്ന് ചോദിച്ചാൽ വീണ ജോർജാണ്. ഇപ്പോൾ ആറന്മുളയിലെ സഹാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് തുറന്നു പറയുകയാണ് അല്ലേ? ആറന്മുള ചെമ്പടാൻ എന്നും പറഞ്ഞൊരു സൈബർ പോരാളികൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ആറന്മുള എന്ന് പറയുമ്പോൾ ആറന്മുള വള്ളംകളി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള വള്ളസദ്യ, ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ആറന്മുള ചെമ്പടയും ആയിരിക്കുകയാണ്. ചെമ്പട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണൂർ ആണ് ഓർക്കുന്നത്. നമ്മുടെ പി ജയരാജൻ്റെയൊക്കെ ഇതുപോലെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, റെഡ് ആർമി. അതെ. ഇനിയിപ്പോൾ അതെ 2026 മിക്കവാറും LDF ഭരണം പോകുന്നതിൽ നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം വീണ ജോർജാണ്. വീണ ജോർജ് മാത്രമല്ല, മറ്റ് 2 വനിതാ മന്ത്രിമാരും കൂടിയാണ്. അപ്പോൾ 3 വനിതാ മന്ത്രിമാർ വനിതാ മന്ത്രിമാരും പിണറായി വിജയന്റെ ഭരണം അല്ല, പിന്നെ വനിതകളുടെ സ്വാധീനം. വിദ്യ അല്ലേ? PP ദിവ്യ ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ആലപ്പുഴയിൽ ഒരു നേതാവുണ്ടല്ലോ, വേറൊരു വനിതാ നേതാവ്, മകൻ ഇപ്പോൾ കഞ്ചാവ് അറസ്റ്റ്. പ്രതിഭാകരി കായംകുളത്ത് അവിടെ വലിയ വിഭാഗീയതയുടെ അങ്ങേയറ്റമായിട്ട് നിൽക്കുക. പ്രതിഭാകരിയെ അവർക്ക് ജയിപ്പിച്ചയക്കണമെന്നില്ലായിരുന്നു. പക്ഷേ അടുത്ത തവണ അത് 2026 അവിടെ BJP കയറുന്ന ലക്ഷണങ്ങളാണ് കണ്ടിരിക്കുന്നത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് അത്. ഹരിപ്പാട് പോലും ശോഭാ സുരേന്ദ്രൻ നല്ല BJPക്ക് നല്ല ലീഡുണ്ടായിരുന്നിടമാണ്. അത് രമേശ് ചെന്നിത്തല പോലും ഭയക്കുന്ന ഒന്നാണ്. അപ്പം എന്തായാലും ഇവിടെ ഈ വീണ ജോർജിലൂടെ പലതരത്തിലുള്ള, അപ്പം നമുക്കറിയാം ഈ ഒരു ജനത്തിൻ്റെ ഒരു പൊതു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പൊതുജനാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് തൊടുന്നതിനെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ പോയി പണം കളയാനില്ലല്ലോ ആർക്കും. അപ്പം നമ്മുടെ ഈ സംവിധാനം, ആരോഗ്യരംഗം മികച്ചതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡിനെ ഒക്കെ പ്രതിരോധിച്ചു എന്നുള്ള രീതിയിലാണ് ആരോഗ്യരംഗത്തെ മികച്ച പ്രകടനത്തിലൂടെയാണ് ഈ തുടർഭരണം തന്നെ കിട്ടിയത്. അതിൽ ശൈലജ, KK ശൈലജ അതിനകത്ത് മുൻകൈ എടുത്തു എന്നുള്ളതുമാണ്. പിന്നെ അവരുടെ കുറച്ച് PR വർക്കിലൂടെയും അതങ്ങ് കയറി വരികയുണ്ടായി. പക്ഷെ 2ാം തവണ ജനങ്ങൾ എന്തായാലും അതിൽ വീണിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 60,000-ലധികം ഭൂരിപക്ഷം. അതെ, ഈ 2ാം തവണ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യരംഗത്തിലൂടെയാണ് ഈ ഭരണത്തിന് തുടർഭരണം കിട്ടാതിരിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ആരോഗ്യരംഗത്തെ ദോഷങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കാലമായിട്ട് വേണ്ടത്ര സ്റ്റാഫില്ല, മരുന്നില്ല, അവർക്ക് വേണ്ടതായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല. മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അകത്ത് നിന്നൊരു പ്രൊഫസർ തന്നെ വിളിച്ച് പറയുകയാണ്, ഒരു ഡോക്ടർ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം അല്ലേ, ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യം, ഇതൊക്കെ ആരോഗ്യരംഗത്തിൻ്റെ പിടിപ്പുകേടാണ്. ഈ പിടിപ്പുകേടും എല്ലാം കാണിച്ചുകൊണ്ടാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ വീണ ജോർജിനെതിരെ ഒരു ചെമ്പട ഉയർന്നിരിക്കുകയാണ്. പക്ഷെ ചിലർ പറയുന്നത് ആറന്മുള മണ്ഡലം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടല്ലേ, പ്രത്യേകിച്ച് UDF വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം ആ മണ്ഡലത്തിൽ BJP വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആ മണ്ഡലം എന്തായാലും നഷ്ടമാകുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഉറപ്പാണ്. BJP നിർത്താൻ പോകുന്നത് ആരാണ്? കുമ്മൻ രാജശേഖരനെയാണ് അവിടെ നിർത്താൻ പോകുന്നത്. കുമ്മന് ആ മണ്ഡലവുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരമൊക്കെ നടത്തിയതിലെ പ്രധാനി കൂടിയായിരുന്നു കുമ്മനം. പിന്നെ പണ്ട് ശിവദാസൻ നായരായിരുന്നു ആ മണ്ഡലത്തിൻ്റെ MLA. 2016 വീണ ജോർജ് അവിടെ. അല്ല, പരാജയം സംഭവിക്കാനുള്ള കാരണം ഇതാണ്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അനുകൂല നിലപാടെടുത്തു. പിന്നീട് നാം കണ്ടല്ലോ, ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു, ഷർട്ടൊക്കെ വലിച്ചു കീറി. അതെ. പിന്നെ 2016
വീണ ജോർജ് വരുന്നത്. വീണ ജോർജ് ശരിക്കും സഭയുടെ ഒരു ആളാണ്, നോമിനിയാണ്. സഭയുടെ ഇടപെടലിലൂടെ വന്നതാണ്. അതുകൊണ്ടാണ് 2021 മന്ത്രിയാക്കിയത്. ഇതിനിടയ്ക്ക് 2019 MP ആക്കാൻ ശ്രമം നടത്തി. അവിടെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ചു, തോറ്റുപോയി. അത് നമുക്കറിയാമായിരുന്നു. അവിടെ തോൽവിയാണ് ഉണ്ടാകുന്നത്. കാരണം UDFൻ്റെ ഒരു തരംഗം 19 ഉണ്ടായ സ്ഥിതിക്ക്. അപ്പോൾ ഇപ്പോൾ അവിടെ കാര്യം എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ കുറിച്ച് പരക്കെ കേരളം മുഴുക്ക പരാതിയുണ്ട്. പിന്നെ ആറന്മുളക്കാരുടെ കാര്യം പറയണോ? അവിടെ ആര് തന്നെ ഫോൺ വിളിച്ചാലും എടുക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, അടൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയാണ്. അടൂരും ആറന്മുളയൊക്കെ പത്തനംതിട്ട ജില്ലയിൽ വരുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 5ഉം LDFൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ചിറ്റയം ഗോപകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നൊക്കെ. ഒരു MLA പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പറയുകയാണ് അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങളുടെ എത്ര ഫോൺ എടുക്കും, അല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രതികൂല ഘടകങ്ങളായി മാറി. പിന്നെ അവരുടേതായ ചില ധാർഷ്ട്യത്തിലൂടെ ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കെതിരെ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രധാനികൾ തന്നെയാണ് അതിനകത്തെ ആ ഗ്രൂപ്പിൽ ഉള്ളത്. അപ്പോൾ ആദ്യം തോൽപ്പിക്കാൻ പോകുന്ന പാർട്ടിക്കാർ തന്നെ ആദ്യം വോട്ട് ചെയ്യില്ല. പിന്നെ വിരുദ്ധമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ആറന്മുളയിൽ നിന്നുണ്ടെന്നുള്ളതാണ്. ഇനി ആറന്മുളയിൽ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസ്സുകാർക്കാണ് ആ സീറ്റ്. ഉമ്മൻചാണ്ടിയുടെ മകളാണ് എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാം ഒരു സഭയാണ്. വീണ ജോർജും ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹപ്രകടനം ഇപ്പോഴും കേരളത്തിലെമ്പാടും നിൽക്കുന്നുണ്ട്. അല്ല, ഒരു പരിധി നോക്കിയാൽ ഈ ചാണ്ടി ഉമ്മനേക്കാൾ ജനങ്ങൾക്ക് സ്നേഹവും ഈ അച്ചൂമ്മനോടാണ്. അത് കാരണം അന്ന് പുതുപ്പള്ളിയിൽ തന്നെ പലരും ആദ്യം ഉയർന്നു കേട്ട പേര് ഇതായിരുന്നു. അതെ. പിന്നീടാണ് കാരണം എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മന് വേണ്ടി മാറിക്കൊടുക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ചാണ്ടി ഉമ്മന് രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ആറന്മുളയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ മത്സരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ വീണ ജോർജിലൂടെ ഈ മണ്ഡലം നഷ്ടപ്പെടും. പത്തനംതിട്ട ജില്ലയിൽ വേറെ വീഴ്ചകളും ഒക്കെ ഇവർക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ CPMനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് ഈ ഏറെക്കാലത്തിന് ശേഷം മന്ത്രിസ്ഥാനം തന്നെ കിട്ടിയത്. 5 തവണ MLA ആയിരുന്ന രാജു എബ്രഹാം റാന്നിയിൽ നിന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഒരു VS പക്ഷക്കാരനും കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. 2021 വന്നപ്പോൾ ആ മണ്ഡലം ജോസ് കെ മാണി വിഭാഗം പുറത്തോട്ട് വന്നില്ലേ, അപ്പോൾ ജോസ് കെ മാണിക്ക് കൊടുത്തു ആ മണ്ഡലം റാന്നി. അത് പ്രമോദ് നാരായണനാണ്. പ്രമോദ് നാരായണൻ ജയിച്ചത് 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്ങാണ്ടോ. അത് പക്ഷേ ഇക്കുറി അവിടെ പോകുമെന്ന് ഉറപ്പാണ്. പിന്നെ ഭരണവിരുദ്ധ വികാരം കൂടി നിൽക്കുകയല്ലേ, പോകാൻ എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രതികൂല ഘടകങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നത്. പിന്നെ കോന്നിയിൽ ഉണ്ട്. കോന്നിയിലാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശ് പോയപ്പോഴേ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പിന്നെ ജനീഷ് കുമാർ ജയിച്ചു വന്നത്. പക്ഷേ അതിപ്പോൾ UDFന് തിരിച്ചു കിട്ടാവുന്ന സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ പല മണ്ഡലങ്ങളും ഇവർക്ക് നഷ്ടമാകും എന്നുള്ള ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനമാണ് ആറന്മുള. അതിനകത്ത് വീണ ജോർജ് ഒരു നിർണായക ഘടകവുമായി തീരുകയാണ്.